കുഴിമന്തി തിന്നുള്ള മോഹവുമായി ഞാൻ വന്നെത്തിയത് സ്പോർട്ടീസ് കഫേയിൽ. അതെ ഗൈസ്, ഞാൻ കുഴിമന്തി തിന്നാൻ വേണ്ടി നമ്മുടെ സ്പോർട്ടീസ് കഫേയിൽ വന്നേക്കാണ്. തൊട്ട് മുകളിൽ സ്പോർട്ടീസ് പാർക്കുണ്ട്. ഞാൻ ഇവിടുത്തെ കുഴിമന്തി ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത്, അതും ഷവായി കുഴിമന്തി. അപ്പോൾ നമ്മൾ സ്പോർട്ടീസ് കഫേയിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു കുളം, പിന്നെ അതിനകത്ത് എത്തി നോക്കി, അപ്പോൾ മീനില്ല. പിന്നെ അപ്പുറത്തൊരു അക്വറി ഉണ്ടായിരുന്നു, അതിനകത്ത് പോയി നോക്കിയപ്പോൾ 2 മീനെ കണ്ട്. പിന്നെ നമ്മളെ ചടങ്ങിലിടം കയറി. അച്ചു ഉറക്കപ്പിച്ചില്ലായിരുന്നു ഗൈസ്, അവൻ കാറിക്കിടന്ന് ഉറങ്ങിയായിരുന്നു. പക്ഷെ അച്ചുവിന് ഒരു കാര്യത്തിൽ മാത്രം ടാർഗറ്റ് ഉണ്ടായിരുന്നു, വേറൊന്നുമില്ല. എൻ്റെ അടുത്തിരിക്കുന്ന ആ തക്കാളി സോസിന് മൈനസിനേക്കാളും കൂടുതൽ ഇഷ്ടം തക്കാളി സോസാണ്. അവൻ എത്ര കൊടുത്താലും അവൻ തിന്നും. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും എന്നെ തന്നെ നോക്കണം, എന്തിനാണോ എന്തോ, വഴി പോണവരില്ല. പിന്നെ അമ്പാടി ഓപ്പറായി കാണിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ കണ്ണിനെ തറച്ചു. കുഴിമന്തി ചിക്കനുണ്ട്, അച്ഛൻ വീതിച്ചു കൊടുക്കുന്നു. അച്ചൂടെ തക്കാളി സോസ് എടുത്ത് ഒഴിക്കുന്നു. കമത്തുമായിരുന്നു ഗൈസ് അച്ഛൻ. പിന്നെ എനിക്ക് ചിക്കൻ വെച്ച് നീട്ടി, നമ്മൾ പിന്നെ വേണ്ടാന്ന് പറയില്ല. പിന്നെ കുറച്ച് റൈസ് കൊടുത്ത് അതിൽ കുറച്ച് ചിക്കനും ഇട്ട്, മറ്റേ നമ്മളെ തക്കാളി ചട്നി ഇട്ട്, പിന്നെ മയണൈസും കുറച്ച് തക്കാളി സോസും കൂടെ ഒഴിച്ച് നമ്മളൊരു പിടി ഇടിച്ച്. സംഭവം സൂപ്പറായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു, ഇച്ചാതിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഷവായി കുഴിമന്തിയുടെ മസാലയൊക്കെ അടിപൊളിയായിരുന്നു. നല്ലോണം വെന്ത് ചിക്കൻ. കുഴിമന്തി റൈസും അടിപൊളിയായിരുന്നു. അച്ചുവിടെ നമ്മളെ തക്കാളി സോസിന് വേണ്ടി അടി കൊടുക്കുകയാണ് ഗൈസ്, പോരാടുകയാണ്. നമ്മളൊന്നും മൈൻഡ് ചെയ്താൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ മേഡസിൻ്റെ ആളായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കിയില്ല. അപ്പോഴാണ് അച്ചു മറ്റൊരു കാര്യം പറഞ്ഞു, അവന് ദാഹിക്കുന്നു, അവന് പെപ്സി വേണമെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, പെപ്സി അല്ല, നിനക്ക് ലെമൺ ജ്യൂസ് മേടിച്ചു തരാമെന്ന്. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് പിന്നെ അതായെന്ന് പറഞ്ഞു. നമ്മളങ്ങോട്ടൊന്നും പോകാതെ നമ്മളെ കാര്യം നോക്കി നമ്മൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വീഡിയോ എടുക്കുന്നത് ചിക്കൻ വെച്ചാൻ പറ്റിയില്ല. പിന്നെ ഈ തിരുപോലാണെന്ന് വലിച്ചു വരി അതിനകത്തിട്ട് മൈനസും ഇട്ട് കൂടി പിടിച്ച്. നിങ്ങളിപ്പോൾ കാണുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ കളഞ്ഞായിരിക്കുന്നു. പക്ഷെ ഞാൻ കളഞ്ഞില്ല, ഞാൻ തിന്നതാണ്. നിങ്ങൾ വേറൊന്നും വിചാരിക്കില്ല. ഞാൻ അടുത്തത് കുഴയ്ക്കുകയാണ് ഗൈസ്. ഇപ്പോൾ അമ്മയും അമ്പാടിയും അച്ഛനും അപ്പുറത്തുനിന്ന് അറിയുന്നു, ഞാനും അച്ചുവും ഇപ്പുറത്തുനിന്ന് അറിയുന്നു. അച്ചു ചിക്കൻ കലയൊക്കെ അടിച്ച് വലിക്കുകയാണ് ഗൈസ്. അച്ചു ചോറൊന്നും കഴിക്കില്ല, ചിക്കൻ മാത്രം അവൻ എടുത്ത് കഴിക്കുന്നു. ലാസ്റ്റാണ് ചോറ് കഴിക്കുന്നത്. അമ്പാടി ഇവിടെ ക്യാമറ എടുക്കുന്നതുകൊണ്ട് വായൊക്കെ തുടച്ച് നീറ്റായിട്ടാണ് കഴിക്കുന്നത്. ക്യാമറ മാറ്റുമ്പം അവൻ ചിക്കൻ കാലെടുത്തൊരു കടിയാണ്. അപ്പം നമ്മളിവിടെ ഏകദേശം കഴിച്ച് കയറായി. അപ്പം കുറച്ചും കൂടെ വിശപ്പായതുകൊണ്ട് ഞാൻ വേറെ കാലാക്കിയിട്ടാണ് വന്നത്. ഞാൻ ഇച്ചിരി കൂടെ റൈസ് മേടിച്ച് അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ച് കഴിഞ്ഞ് എനിക്കിനി ചിക്കൻ പീസ് കൂടെ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ സ്പോർട്ടീസ് പാർക്കിൽ പോയി. അവിടെ നിന്ന് നമ്മൾ ഊഞ്ഞാലും ആടി, നമ്മൾ മണ്ടേന്ന് ഫുട്ബോൾ കളിച്ച് വയറ് വെത്തിരുന്നൊക്കെ ഒന്ന് മാറുകയും ചെയ്തു. പിന്നെ അമ്മയും അച്ഛനും ഊഞ്ഞാലാടുകയാണ് ഗൈസ്. അച്ഛൻ ക്യാമറമായി, അമ്മ ആദ്യം വരൂടെന്ന് പറഞ്ഞായിരുന്നു, പിന്നെ ക്യാമറയ്ക്ക് വേണ്ടി വന്നു. അപ്പം എല്ലാവർക്കും ബൈ.